ഈശോയെ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. എൻ്റെ എല്ലാം നീയാണ് ഈശോയെ, എൻ്റെ സർവ്വസ്വവും നീയാണ് കർത്താവേ. ഈശോയുടെ തിരുസന്നിധിയിൽ പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ വിരിച്ച്, എൻ്റെ സർവ്വവും ആദിയും അന്തവുമായ കർത്താവ്, എൻ്റെ ജീവൻ്റെ സർവസ്വമായ കർത്താവിനെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്ക് നന്ദി പറയുന്ന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുമുൻപിലായിരിക്കുന്ന ഈ സമയം കർത്താവിൻ്റെ അഗാധമായ കരുണയെ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ സമയം, തിരുസഭ ഇന്ന് കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഭൂമിയിൽ പിറന്ന് പാപമില്ലാത്തവരെങ്കിലും പാപിയെപ്പോലെ പീഡയേറ്റ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, നമുക്ക് ഓർത്ത് സ്തുതിക്കാം. കർത്താവ് തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടി കാണിച്ച് ലോകത്തിന് കൊടുത്തത് കൊണ്ട് പറഞ്ഞത് ഇതാണ്: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. തന്നിലേക്ക് യാതൊരു അറ്റൻഷനോ യാതൊരു പ്രശസ്തിയോ ആഗ്രഹിക്കാതെ എല്ലാ ഫോക്കസും എല്ലാ ശ്രദ്ധയും ഈശോയിലേക്ക് തിരിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ ഈശോയെ തിരിച്ചറിഞ്ഞു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അപ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് കർത്താവ് സ്നാനം സ്വീകരിക്കുവാൻ യോഹന്നാൻ്റെ അടുക്കലേക്ക് പോയി? പാപമില്ലാത്തവൻ, ദൈവപുത്രനായവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നുവെങ്കിലും എന്തുകൊണ്ട് അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ സ്നാനം സ്വീകരിക്കുവാൻ സ്നാപക യോഹന്നാൻ്റെ അടുക്കിലേക്ക് പോയി? പ്രിയമുള്ളവരെ, കർത്താവ് മനുഷ്യനായി പിറന്നത്, നമ്മെപ്പോലെ ഒരുവനായി തീർന്നത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ. എബ്രായരുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെയായി തീർന്നവനാണ് നമ്മുടെ കർത്താവ്. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ കടന്നുപോയ അതേ വേദനയിലൂടെയും സങ്കടങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും കടന്നുപോയ കർത്താവിന് നമ്മളെ തിരിച്ചറിയുവാനും നമ്മളെ മനസ്സിലാക്കുവാനും സാധിക്കും. നമ്മോട് ഒന്നു ചേരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതീകമായിരുന്നു കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോയ സമയം. ദൈവപുത്രനായ അവിടുന്ന് മനുഷ്യവർഗത്തോട് ഒന്നായി തീർന്നതിൻ്റെ ഒരു അടയാളം. നമ്മളെപ്പോലെ ഒരുവനാണെന്നും നമ്മളിൽ ഒരുവനാണെന്നും നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിതാവസ്ഥയിലൂടെ താനും കടന്നു പോവുകയാണെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവായ ഈശോ അന്ന് സ്നാനം സ്വീകരിക്കുവാൻ യോർദാൻ്റെ കരയിലേക്ക് ചെല്ലുന്നത്. പാപമില്ലെങ്കിലും മാനസാന്തരത്തിൻ്റെ ആ സ്നാനം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ എല്ലാ ഫലങ്ങളും ശിക്ഷകളും ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ അവിടുന്ന് തയ്യാറാണെന്ന് നമുക്ക് ഉറപ്പ് തന്ന ഒരു സമയമാണ് ജ്ഞാനസ്നാനം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നീതിമാന് വേണ്ടി ഒരാൾ ചിലപ്പോൾ മരിച്ചേക്കാം, പക്ഷെ പാപിക്ക് വേണ്ടി ആരും മരിക്കില്ലല്ലോ എന്ന് പൗലോസ് ലേഖ പറഞ്ഞിട്ട് നമ്മളോട് ചൂണ്ടിക്കാണിച്ചു തരുന്നൊരു കാര്യം ഇതാണ്: എന്നിട്ടും പാപിയായി നമുക്ക് വേണ്ടി അവൻ കുരിശുമരത്തിലേറി. നമ്മുടെ ജീവിതം നമുക്ക് ദൈവം തന്ന ഒരു സമ്മാനമാണ് എന്ന് ഇതിൽ പരം വേറെ തെളിവ് നമുക്ക് എന്താ വേണ്ടത്? ഞാൻ ചെയ്ത ഓരോ പാപത്തിൻ്റെയും ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങി, ഞാൻ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഞാൻ മരിക്കേണ്ടിയിരിക്കെ
ഞാൻ കൊടുത്തു വീട്ടേണ്ട പാപത്തിൻ്റെ കടം വീട്ടുവാൻ എനിക്ക് പകരം പാപിയെപ്പോലെ അവിടുന്ന് കുരിശുമരം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു പടി കൂടി അടുത്തു നിന്ന സംഭവമാണ് അവിടുത്തെ ജ്ഞാനസ്നാനം. അപ്പോഴും കർത്താവിൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമുണ്ട്. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും ചേർത്ത് നിർത്തപ്പെടുവാനും താൻ ശരിയായ പാതയിലാണോ പോകുന്നത് എന്നുള്ള ചിന്തയിൽ മറ്റൊരാളുടെ ഉറപ്പിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും കൊതിക്കാറില്ലേ? എല്ലാ മനുഷ്യരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും ഒക്കെ. അതേ സ്നേഹത്തിൻ്റെ ഒരു ഉദാത്തമായ ഭാവം പിതാവായ ദൈവം ഈ ജ്ഞാനസ്നാന വേളയിൽ ഈശോയുടെ മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ച വേളയിൽ സ്വർഗം മുഴുവൻ തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരൊന്ന് ചേർത്ത് നിർത്തി നീ എൻ്റെ സ്വന്തമാടാ എന്നൊന്ന് പറയുമ്പോൾ, ഞാൻ നിന്നിൽ അഭിമാനം കൊള്ളുന്നു എന്ന് നമ്മളെ അപ്പം പറയുമ്പോൾ, അമ്മ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു ആത്മഹർഷമുണ്ട്. നമുക്ക് മറ്റാരിൽ നിന്നും കിട്ടാവുന്നതിലും ഏറ്റവും വലിയ, എത്ര സർട്ടിഫിക്കറ്റിനേക്കാളും എത്ര ട്രോഫിയേക്കാളും ഏറ്റവും വലുതായിട്ട് നമുക്ക് കിട്ടുന്നൊരു ഉപഹാരം എന്ന് പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് ഞാൻ നിന്നിൽ അഭിമാനം കൊള്ളുന്നു, ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്നിടത്താണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോയെ ആ ജ്ഞാനസ്നാന വേളയിൽ അവിടുത്തെ പിതാവായ ദൈവം ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഹീസ് മൈ ബില്ലവഡ് സൺ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്ന് ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ച നിമിഷമാണ് ജ്ഞാനസ്നാനത്തിൻ്റെ സമയം. എന്നിട്ട് പറയുവാണ്, ദിസ് ഈസ് മൈ ബില്ലവഡ്, ഇത് എൻ്റെ പ്രിയപ്പെട്ടവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം തിരുവചനം പ്രിയമുള്ളവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. സ്വർഗം പിതാവായ ദൈവം എന്നെയും നിന്നെയും നോക്കി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അഭിമാനത്തോടെയും പറയുന്ന കാര്യം ഇതാണ്, യു ആർ മൈ ബില്ലവഡ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം തകർന്നു പോകുന്നതും നിരാശയിൽ പോകുന്നതും ജീവിതം പോലും മടുത്തു പോകുന്ന നിമിഷങ്ങൾ എപ്പോഴാണ്? സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ, എന്നെ ആർക്കും വേണ്ട എന്നൊരു ചിന്ത വരുമ്പോൾ, എനിക്ക് യാതൊരു വിലയില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെക്കുറിച്ച് ആർക്കും കരുതലില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കാരുമില്ല എന്നുള്ള ചിന്തകളാണ് മനുഷ്യനെ ഏറ്റവും അധികം തകർത്ത് കളയുന്നത്. ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ഒക്കെ വേദനയിലാണ് ശരീരത്തിൻ്റെ നൊമ്പരത്തേക്കാൾ കൂടുതൽ ഓരോ മനുഷ്യ വ്യക്തിയും തകർന്നു പോകുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പിതാണ്, സ്വർഗം മുഴുവനും കർത്താവിനെ ജ്ഞാനസ്നാന വേളയിൽ ഈശോയെ ചേർത്ത് പിടിച്ചതുപോലെ ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാനും നിങ്ങളും ചേർത്ത് പിടിക്കപ്പെടുന്നുണ്ട്. അതാണ് അവിടുത്തെ കരുണയുടെ ഏറ്റവും വലിയ രഹസ്യം. ഞാൻ പാപിയാണെന്നറിഞ്ഞിട്ടും, ഞാൻ തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും, തൻ്റെ ഒരു മകനോ മകളോ തെറ്റ് ചെയ്താൽ പോലും അവരുടെ നന്മയാഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി എന്ത് പരിഹാരം ചെയ്യാനും തയ്യാറാകുന്ന, അവരുടെ നന്മയാഗ്രഹിച്ച് അവരെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുന്ന ഭൂമിയിലെ ഏതൊരു അപ്പനെയും അമ്മയെയും പോലെയും അതിനേക്കാളും ഉപരി ശിക്ഷിക്കപ്പെടുവാനും തള്ളപ്പെടുവാനും തഴയപ്പെടുവാനും തക്ക പാപം എന്നിലും നിന്നിലും ഉണ്ടായിട്ടും എനിക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് കുരിശിൽ മരിച്ചൊരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി വഴിയിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന, എന്നെ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്നേഹവും അംഗീകാരവും ആദരവും ഒക്കെ തെറ്റായ ഇടങ്ങളിലാണ് തേടുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് സ്നേഹം കിട്ടാതെ വിഷമം വരുമ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് പല സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ആർക്കും എന്നെ വേണ്ടാന്ന് ചിന്തിക്കുമ്പോൾ, ആരും എന്നോട് കൂട്ടുകൂടുന്നില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ആരും എനിക്ക് വില തരുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ ആദരിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് കർത്താവ് പറയാണ്, ഞാനില്ലേ നിനക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണെന്ന്. യു ആർ ബില്ലവഡ്, നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്, നീ എനിക്ക് അമൂല്യനാണ്,
നീ എനിക്ക് ബഹുമാന്യനാണ്. ഇത്രയേറെ ഒരു ഉറപ്പ് ഒരു പിതാവിൽ നിന്ന് സ്വീകരിക്കാൻ തക്ക ഒരു മകൻ്റെ മകളുടെ ഹൃദയമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരിക്കലും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന തിരസ്കരണം, അവഗണനകൾ, നിന്ദനകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലുകൾ നമ്മളെ തളർത്തില്ല. നമ്മളെപ്പോഴും അവരെന്നെ സ്നേഹിക്കണം, ഇവരെന്നെ ആദരിക്കണം, ഇവരെന്നെ മനസ്സിലാക്കണം, അവരെന്നെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരി എന്നെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കുവാനും കാത്തിരിക്കുന്ന ആ പിതാവിൻ്റെ ഹൃദയത്തെ നമ്മൾ കാണാതെ പോകരുത്. ആ സ്നേഹമാണ് ഇന്ന് ഈ ആൾത്താരയിൽ ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ കൂടെയുള്ളത്. ഈ ദിവ്യകാരുണ്യം നമ്മൾക്ക് തരുന്ന ഓർമ്മപ്പെടുത്തൽ എന്താ? ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. കാലിത്തൊഴുത്തിൽ ഏറ്റവും പതിതനായിട്ടും പാവപ്പെട്ടവനായിട്ടും ആർക്കും കയറി ചെല്ലാവുന്നൊരിടത്തിൽ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവനും തള്ളപ്പെട്ടവനും തഴയപ്പെട്ടവനും പോലും മനസ്സിലാക്കാൻ പറ്റാവുന്നത്ര ദാരിദ്ര്യത്തിലും ലാളിത്യത്തിലും ഈശോ ജനിച്ചത് അവിടുന്ന് എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് കാണിക്കാനാണ്. വീണ്ടും മാമോദീസായിലൂടെ എല്ലാ പാപികളോടും താതാത്മ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പാപികളുടെയും മാനസാന്തരത്തിൻ്റെയും മാമോദീസ സ്വീകരിച്ചത് എല്ലാ പാപികളെയും തേടി വന്നവനാണ്. അവിടുന്ന് പാപികളുടെ കൂടെയുണ്ട്, പതിതൻ്റെ കൂടെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഈശോയിൽ പ്രിയമുള്ളവരെ, അവിടുന്ന് ദിവ്യകാരുണ്യമായിട്ട് ഈ അൾത്താരയിൽ ഇന്നിവിടെ നമ്മോട് കൂടെയായിരിക്കുന്നത്. ഞാനൊരിക്കലും ഈ ഭൂമിയിൽ തനിച്ചല്ല, ഒറ്റയ്ക്കല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ, ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്നിട്ട് ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കർത്താവ് അവിടെ നിന്ന് എന്നെ നോക്കി പറയുന്ന കാര്യം ഇതാണ്: മകനെ, മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. അവസാനം വരെ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്നെല്ലാ വചനങ്ങളും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയട്ടെ. ദിവ്യകാരുണ്യ സന്നദ്ധിയിലിരിക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തണം: ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കാവുകയുമില്ല. എൻ്റെ ഏത് വേദനയിലും എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സാന്നിധ്യമാണ് എൻ്റെ ഈശോ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എന്നെ ചേർത്ത് നിർത്തുന്ന കാരുണ്യമാണ് എൻ്റെ കർത്താവ്. ആ ദിവ്യനാഥൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ പ്രിയമുള്ളവരെ, നമുക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. അവിടുത്തെ കാരുണ്യം നമ്മൾ ഓരോരുത്തരെയും ഓരോ നിമിഷവും പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്, സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന ബോധ്യമാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ടെന്നും കരുതുന്ന കൈത്താങ്ങാകുന്ന കരങ്ങളുണ്ടെന്നും ഒരു ബോധ്യമുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ തളരേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന നിമിഷമാണ് ഓരോ ആരാധനയും. ഈ ആരാധനയിൽ സ്വർഗം മുഴുവൻ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുവാണ്: യു ആർ മൈ ബിലവഡ്. നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. ആ കർത്താവിൻ്റെ കരുണക്കടലിൽ നമ്മളെ തന്നെ നമുക്ക് മുക്കിയെടുക്കാം. ലോകമാസകലമുള്ള എല്ലാ പാപികളെയും കർത്താവെ അങ്ങേ കരുണക്കടലിൽ മുക്കിയെടുത്ത് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ നിറയ്ക്കണമേ എന്നും നമ്മുടെ കുടുംബത്തിൽ നിന്ന് രോഗങ്ങളും ദുരിതങ്ങളും അകന്നു നിൽക്കുവാൻ ഇടയാക്കണമേ എന്നും നമുക്ക് കർത്താവിൻ്റെ കരുണയുടെ സന്നദ്ധിയിൽ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുമുള്ള നമ്മളറിയുന്ന വേദനിക്കുന്നവർ, രോഗികളായിട്ട് കഴിയുന്നവർ, ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സങ്കടങ്ങളിലും തിക്താനുഭവങ്ങളിലും വീണുപോയവർ, പലവിധ പ്രതിസന്ധികൾ മൂലം ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെല്ലാം കൈപിടിച്ചുയർത്തണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നു